നബിതങ്ങൾ അവിടെന്ന് പറയുകയാണ്, സ്വഹാബത്തിന് ദഹിച്ചില്ലടോ. എന്നാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണല്ലോ, അവരവരുടെ വീടുകളിൽ ചെന്ന് ഭാര്യമാരെ കൊണ്ട് ഭക്ഷണമുണ്ടാക്കി ആടിന്റെ പാല് കറന്നു കൊണ്ടുവന്ന് സുമാമയ്ക്ക് കൊടുക്കുകയാണ്. നബിതങ്ങൾ മിണ്ടാതെ മടങ്ങുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന് സുമാമയുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നബിതങ്ങൾ ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമ, സുഖമാണോ സുമാമ, സുഖമാണോ സുമാമ? സുമാമയുടെ മറുപടി, മുഹമ്മദേ എനിക്ക് സുഖമാണ്. നീ എന്നെ വെറുതെ വിട്ടാൽ നിനക്കൊന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാ മുഹമ്മദ്. എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് വേണ്ട സമ്പത്ത് ഞാൻ തരാ മുഹമ്മദ്. സുമാമയുടെ മറുപടിയാണ്. നബിതങ്ങൾ മിണ്ടാതെ മടങ്ങുകയാണ്. പടച്ചവനെ, രണ്ടാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂൽ അതുപോലെ തന്നെ ചോദിച്ചു, സുഖമാണോ സുമാമ? സുമാമയുടെ മറുപടി ആദ്യ ദിവസം പറഞ്ഞതുപോലെയാണ്. നബിതങ്ങൾ മിണ്ടാതെ മടങ്ങുകയാണ്. മൂന്നാമത്തെ ദിവസവും നബിതങ്ങൾ ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമ, സുമാമ നിനക്ക് സുഖമാണോ? എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോ സുമാമ പറയുന്നു, മുഹമ്മദേ എനിക്ക് സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, ഒരാൾ പോലും ചോദിക്കില്ല. ഇത് നിന്റെ നാടാണ്, നിന്റെ ആൾക്കാരാണ്. എന്നാൽ എന്നെ നീ വെറുതെ വിട്ടാ നിനക്ക് ഞാൻ സമ്പത്ത് തരാ മുഹമ്മദേ. മൂന്നാമത്തെ ദിവസവും സുമാമയുടെ മറുപടി ഇതാ. 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അടിച്ചുവിട് സഹാബ, അടിച്ചുവിട്ടേക്ക് സ്വഹാബ. സുമാമ അടിച്ചു വിടുകയാണ്. സ്വഹാബത്ത് മുഴുവനും നോക്കി നിൽക്ക്. സുമാമ ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ മുമ്പിലൂടെ മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. സുമാമ തന്റെ വാഹനതാ സഞ്ചരിക്കുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോ സുമാമ കൈകാലുകൾ കഴുകുകയാണ്. നല്ല വസ്ത്രം ധരിക്കുകയാ. എന്നിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മടങ്ങി വരികയാ. മസ്ജിദ് നബവിയിലേക്ക് സുമാമ മടങ്ങി വരികയാ. സ്വഹാബത്ത് മുഴുവനും നോക്കി നിൽക്ക്. സുമാമ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് അവിടെ നിന്ന് കടന്നു വരുമ്പോ സുമാമ നബി തങ്ങളോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ. എനിക്ക് അങ്ങയുടെ മുഖത്തോട് വല്ലാത്ത വെറുപ്പായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയാ. മദീനയോട് എനിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീനയാണ് നബിയേ. മുസ്ലിമാകാനുള്ള കാരണം എന്തെന്നറിയുമോ? വഅദ് കേട്ടിട്ടല്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ജീവിതമുണ്ടല്ലോ, എന്തൊരു സ്നേഹമാണ് നബിയേ, എന്തൊരു അനുസരണയാണ് നബിയേ, എന്തൊരു പെരുമാറ്റമാണ് നബിയേ. മുസ്ലിമീങ്ങൾക്ക് എന്തൊത്തൊരുമയാണ് നബിയേ. ഈ ദീനാണ് എനിക്ക് വേണ്ടത്. മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് സുമാമ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവര്, പണ്ടൊരു കാലമുണ്ടായിരുന്നടോ, എന്റെ അയൽവാസി മുസ്ലിമാണെന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എനിക്കൊരു മുസ്ലിം കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കാലം മാറിയടോ. ഇന്ന് മുസ്ലിമിനെ കാണുമ്പോ ജനങ്ങളോടുകയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മുടെ സ്വഭാവം നന്നാകാത്തത് കൊണ്ടാണ്, നമ്മളുടെ പെരുമാറ്റം മോശമായത് കൊണ്ടാണ്. എന്നാൽ ഒരു മുസ്ലിമിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. യാത്ര പോകാൻ ആഗ്രഹിക്കാത്ത
വിളിക്കാത്ത ഒരാളുമില്ലടോ. പടച്ചവനെ, നമ്മൾ എപ്പ സമയം കിട്ടിയാലും യാത്ര പോകുന്നവരാ. എന്നാൽ നമ്മുടെ വീട്ടിൽ പടച്ചവനെ പെരുന്നാൾ വരുന്നു, വലിയ പെരുന്നാൾ കടന്നു വരുമ്പോ കുടുംബസമേതം എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് നമുക്ക് മൂന്നാർ പോകാം. ഉടനെ നമ്മൾ പറയും അവിടെ പോയതാ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. എന്നാ ഊട്ടിയിൽ പോകാം, അവിടെ പോയതാ കൊടൈക്കനാലിൽ പോയാ. ഒരു സ്ഥലത്തേക്ക് പോയാൽ പിന്നെ എവിടെ പോകാൻ പറയുമ്പോ നമ്മൾ പറയും വേറെ ഒരു സ്ഥലത്ത് പോകാമെന്ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിൽ ഒരു പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം പോയാൽ പടച്ചവനെ ഒരാളും പറയാറില്ല അവിടെ പോയതാ പിന്നെ പോകാമെന്ന് പറയാറില്ല. ഈമാനുള്ള ഒരു മനുഷ്യന് കഅബാലയത്തിലേക്ക് ചെല്ലാൻ അവൻ ആഗ്രഹിക്കുകയാ. എത്ര കണ്ടാലും കൊതി വരുന്നില്ല, എത്ര കണ്ടാലും മതി വരുന്നില്ല. പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹമാണ്, പിന്നെയും പിന്നെയും പോകാൻ ആഗ്രഹമാണ്. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോ ഓരോ തവാഫ് തീരുമ്പോഴും കണ്ണ് നിറയുകയാണ്. 7ാമത്തെ തവാഫ് അവസാനിച്ചിട്ട് ആ കഅബയുടെ മുറ്റത്ത് നിന്ന് തിരിച്ചു മടങ്ങുമ്പോ ഏതൊരു മനുഷ്യനും അല്ലാഹുവോട് സലാം പറയുന്ന ഒരു രംഗമുണ്ടോ. ആ കഅബാലയത്തിനോട് സലാം പറയുമ്പോ കണ്ണ് നിറയും സഹോദരാ, അറിയാതെ കരഞ്ഞു പോകും സഹോദരാ, അവന്റെ ഹൃദയം പിടച്ചു പോകുന്ന സമയമാണ്. ആ കഅബാലയത്തോട് തിരിഞ്ഞു നിന്നിട്ട് എത്ര പ്രാവശ്യം പോയ മനുഷ്യനാണെങ്കിലും അവൻ അല്ലാഹുവോട് പറയുന്ന വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇത് അവസാന യാത്രയാക്കല്ലേ അല്ലാ, എനിക്കിനിയും കാണണമല്ലോ, ഇനിയും വരണമല്ലോ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ടാണ് കഅബയുടെ മുമ്പിൽ നിന്ന് പിരിയുന്നത്. മതി വരുന്നില്ലടോ, ഒന്നുമില്ല, ഒരു കറുത്ത കില്ല കൊണ്ട് പിടിതിരിക്കുന്ന കഅബാലയം എത്ര കണ്ടാലും മതി വരാതെ പിന്നെയും പിന്നെയും കാണുകയാണ്, പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് തൊടാനൊന്ന് ചുംബിക്കാനൊന്ന് പിടിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നല്ലോ. ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെയാണ്. നബി തങ്ങളെ കണ്ട ജീവിതത്തിൽ കണ്ടവന് പിന്നെ ഒരിക്കലും നബി തങ്ങളെ മറക്കാറില്ല. കണ്ടാ കൊതി തീരുന്നില്ല, സംസാരിച്ചാ കൊതി തീരുന്നില്ല. പടച്ചവനെ, നബി തങ്ങളെ കണ്ടവർക്ക് പിന്നെയും കാണണം, നബി തങ്ങളോട് സംസാരിച്ചവർക്ക് പിന്നെയും സംസാരിക്കണം, നബി തങ്ങളുടെ കൂടെ നടന്നവർക്ക് പിന്നെയും നടക്കണം. പടച്ചവനെ, നബി തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുകയാ, സംസാരം കേൾക്കാൻ കൊതിക്കുകയാ, ആ കയ്യിലൊന്ന് പിടിക്കാൻ ആഗ്രഹിക്കുകയാ, അവിടെ നിന്ന് വീടുന്ന മുത്തുമണികൾ കേൾക്കാൻ കൊതിക്കുകയാ. പടച്ചവനെ, മടുപ്പ് വരുന്നില്ല. അതാണ് സൗബാൻ എന്ന് പറയുന്ന സ്വഹാബികളുടെ ചരിത്രം പറയുന്നത്. ചെറുപ്പക്കാരനായ സൗബാൻ ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സൗബാനേ, നിനക്ക് എന്തു പറ്റിയ സൗബാൻ? ശരീരം മുഴുവനും ക്ഷീണിച്ച് എല്ലും തോലുമായി വല്ലാത്തൊരവസ്ഥയിൽ കണ്ട ചെറുപ്പക്കാരനോട് നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റി? നിനക്ക് വല്ല മാരക രോഗവുമുണ്ടോ സൗബാൻ? നീ എല്ലും തോലുമായിരിക്കുന്നല്ലോ. നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയി പോയത്? സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്ന, ടെൻഷനാണ് നബിയേ, സമാധാനമില്ല നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. എന്താണ് അതിന്റെ കാരണമെന്ന് മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ കാണുമ്പോ
അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോ അങ്ങയുടെ പ്രഭാഷണം കേൾക്കുമ്പോ എനിക്കൊരു ടെൻഷനുമില്ല നബിയേ, എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, സമാധാനമാണ് നബിയേ. പക്ഷേ അങ്ങയെ കാണാതെ വന്ന വല്ലാത്ത ടെൻഷനാണ് നബിയേ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ ഒന്ന് കാണാതെ വരുമ്പോ വല്ലാതെ തകർന്നു പോകുന്ന നബിയേ. സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുണമതാടോ. നിബിധങ്ങളുമായി അടുത്തവർ പിന്നെയും പിന്നെയും അടുക്കുകയാണ്. ഇങ്ങനെ വേണം മുസ്ലിമിന്റെ സ്വഭാവമാകാൻ. നിന്നോട് സംസാരിച്ചാൽ ഈമാനുള്ള ഒരു യഥാർത്ഥ സത്യവിശ്വാസിയോട് ഒരു മനുഷ്യൻ സംസാരിച്ചാ കൊതി തീരുന്നില്ല, പിന്നെയും പിന്നെയും സംസാരിക്കാൻ തോന്നുകയാണ്, വഅദ് കേൾക്കാൻ തോന്നുകയാണ്, പടച്ചവനെ യാത്ര ചെയ്യാൻ തോന്നുകയാണ്, പടച്ചവനെ ഒരുമിച്ച് സഞ്ചരിക്കാൻ തോന്നുകയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാകണം? ഒരു മുസ്ലിമായി ജീവിച്ച അവന്റെ ജീവിതം കണ്ടിട്ട് ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുമടോ. പക്ഷേ എന്തോ പറയാനാ, ഇന്നത്തെ മുസ്ലിമിന്റെ ജീവിതം മതപതനത്തിന്റെ അടിത്തട്ടിലാണ്. അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എങ്ങോട്ടാണ് ഈ സമുദായം പോകുന്നതെന്ന് ഒരാൾക്ക് പോലും തിരിയുന്നില്ലടോ. അതാ അടിച്ചുവിട്ട പട്ടം പോലെ ഇന്ന് ഈ സമുദായത്തിന്റെ യുവതലമുറ പറക്കുകയാണ്. മറ്റൊരു ചില സംഗീതത്തിന്റെ നടുവിലാണ്. പടച്ചവനെ, എന്താണ് ഈ ഉമ്മത്ത് ചെയ്യുന്നതെന്നറിയില്ല, ആരെയാണ് അവർ പിൻപറ്റുന്നതെന്നറിയില്ല. സിനിമാ ലോകങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം, സംഗീത ലോകത്തേക്ക് കടന്നു പോകുന്ന മറുവിഭാഗം, പടച്ചവനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമായി കഴിയുന്ന ഒരു വിഭാഗം, ഗെയിം കളിയുമായി പോകുന്ന ഒരു വിഭാഗം, പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വഴി തേടി നടക്കുന്ന മറ്റൊരു വിഭാഗം. എന്റെ പ്രിയപ്പെട്ടവര്, ഈ അവസ്ഥയിൽ ജീവിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധമായ ഖുർആൻ അടിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടക്കുന്ന മുസ്ലിമേ, ആ ഖുർആനിന് നിന്നോട് ചിലത് പറയാനുണ്ട് ചെറുപ്പക്കാരാ. നിനക്ക് മാർഗദർശനമായല്ലേ അല്ലാഹു ഖുർആൻ ഇറക്കിയത്. ആ ഖുർആനിന് നിന്നോട് ചിലത് പറയാനുണ്ട് ചെറുപ്പക്കാരാ. വഅദ് കേൾക്കാമെന്ന പെങ്ങള്, അല്ലാഹുവിന് ചിലത് പറയാനുണ്ട് മോള്. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത് എന്താണെന്ന് ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? അല്ലാഹുവിന് പറയാനുള്ളത് കേൾക്ക്, പഠിക്കുക ചെറുപ്പക്കാരാ. ആ പരിശുദ്ധമായ ഖുർആൻ, അതിന് നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ആ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കാൻ തയ്യാറാകണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് നമ്മളോട് ചില ഉപദേശങ്ങൾ പറയാനുണ്ട്. അത് എന്താണെന്ന് കേട്ടാ പടച്ചവനെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാ. അല്ലാഹുവേ, ആ ഖുർആനിലേക്ക് മടങ്ങാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ഖുർആൻ പറയുന്ന രീതിയിൽ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. അസ്സലാമു അലൈക്കും. എല്ലാവരും റാത്തല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോ തന്നെ. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം, ഷെയറാക്കണം, സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദമുണ്ടല്ലേ, ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലെ കൊണ്ട് ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും.